ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്ന് ഞാനൊരു പുതിയ PYQ സെഷനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ 2022 നടന്ന വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന്റെ PYQ ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ കുറച്ച് ക്ലാസ്സസിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ, ഓഗസ്റ്റ് 40th നമുക്ക് ഓപ്പറേറ്ററിന്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ PYQ ഡിസ്കഷൻ. അപ്പോൾ ഞാൻ ഡിസ്കഷൻ ചെയ്യുന്നത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ A കോഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെഷൻസ് മൊത്തം ഇലക്ട്രിക്കലും പിന്നെ അത് മെക്കാനിക്കലും അങ്ങനെയായിട്ട് വരും. നമ്മൾ ആ മോഡ്യൂൾ വൈസ് വരികയാണെങ്കിൽ അങ്ങനെ വരും. നമുക്ക് ഫസ്റ്റ് 10 മോഡ്യൂൾസ് ഇലക്ട്രിക്കലാണെന്ന് അറിയാം അല്ലേ, പിന്നെയാണ് മെക്കാനിക്കൽ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് 4 ക്ലാസ്സസ് അങ്ങനെ ഇലക്ട്രിക്കൽ മാത്രമായിട്ട് പിന്നെ ലാസ്റ്റിലേക്കായിരിക്കും ചിലപ്പോൾ മെക്കാനിക്കൽ വരുന്നുണ്ടാവുക ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വരുമ്പോൾ. ഓക്കെ, അപ്പം ഞാൻ അതിന് പകരം നമ്മൾ മിക്സ്ഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതായത് കുറച്ച് ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസും കുറച്ച് മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞിട്ടല്ല പോകുന്നത്. നിങ്ങൾക്കറിയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ക്ലാസ്സസ് കണ്ടിട്ടുള്ള അതൊക്കെ അറിയാം. അപ്പോൾ അതിന് കൂടുതൽ കുറച്ച് തിയറിയും അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടി പറഞ്ഞിട്ടായിരിക്കും പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, എക്സാം എഴുതുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, ഇലക്ട്രിക്കലായിരിക്കും മെക്കാനിക്കലായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സെഷനിലോട്ട് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് എ സോളിഡ് ആംഗിൾ ഇസ്. നമുക്കറിയാമല്ലേ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. സോളിഡ് ആംഗിൾ എന്ന ഇലിമിനേഷൻ എന്ന ടോപ്പിക്കിൽ വരുന്നതാണ്. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്താ? സ്റ്റെറേഡിയൻ അല്ലേ, സ്റ്റെറേഡിയൻ. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ. അപ്പോൾ ഇലിമിനേഷൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ മെയിൻലി ഇവരുടെ യൂണിറ്റ്സ് അതുപോലെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അവരുടെ നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം അല്ലേ. ഇപ്പം നമ്മൾ ഇലുമിനൻസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് അതുപോലെ ഇലുമിനേഷൻ ഇവരുടെയൊക്കെ ഡെറിവേഷൻസ് യൂണിറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമുക്കൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്തിട്ട് പോവാം. സോളിഡ് ആംഗിൾ പറഞ്ഞു സ്റ്റെറേഡിയൻ അല്ലേ. നൗ ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെ, ലൂമിനസ് ഇന്റൻസിറ്റി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാറ്? ലൂമിനസ് ഇന്റൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കാൻഡിലയാണ് അല്ലെ, കാൻഡിലയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എന്താണ് ഡെഫിനേഷൻ? ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ലൂമിനസ് ഫ്ലക്സ് ആണ് അല്ലെ, ലൂമിനസ് ഫ്ലക്സ് പെർ സോളിഡ് ആംഗിൾ ആണ് അല്ലെ, സോളിഡ് ആംഗിൾ. അതായത് ലൂമൻസ് പെർ സ്റ്റെറേഡിയൻ അല്ലെ, ലൂമൻസ് പെർ സ്റ്റെറേഡിയൻ ആണ് നമ്മുടെ ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ കാൻഡില എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ നമുക്ക് ഇലുമിനേഷൻ പറയാം. ഇലുമിനേഷൻ അല്ലെങ്കിൽ ഇലുമിനൻസ് എന്താ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? E ആയിട്ട് റെപ്രസെന്റ് ചെയ്യും അല്ലെ. അതിന്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് ലക്സിലാണ് അല്ലെ. എന്താ ഇലുമിനേഷൻ? ഇലുമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൂമിനസ് ഫ്ലക്സ് അല്ലെ, ലൂമിനസ് ഫ്ലക്സ് പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലെ, പെർ യൂണിറ്റ് ഏരിയ. അതായത് ലൂമൻസ് പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ലക്സ് എന്ന് പറയുന്നത് അല്ലെ, ലൂമൻസ് പെർ മീറ്റർ സ്ക്വയർ. തേർഡ് വൺ നമുക്ക് ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ലൂമിനൻസ് റെപ്രസെന്റ് ചെയ്യാം. ലൂമിനൻസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ്. എന്താ ലൂമിനൻസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് എന്തായിരിക്കും? ലൂമിനസ് ഇന്റൻസിറ്റി ടു the unit area meter square ആയിരിക്കും. ലൂമിനസ് ഇന്റൻസിറ്റി പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. അതായത് കാൻഡില പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും ലൂമിനൻസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. രണ്ടും ഡിഫറെന്റ് ആണ് കേട്ടോ. ഇലുമിനേഷൻ വേറെ ഉണ്ട്, ലൂമിനൻസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് വേറെ ഉണ്ട്. ഓക്കെ, ഇതുപോലെ നമ്മൾ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഉണ്ട് അല്ലെ, അതുപോലെ ലൈറ്റ് റിസീവ്ഡ് ഓൺ എ പ്ലെയിൻ ടു ദ ലൈറ്റ് എമിറ്റഡ് ഫ്രം ദ സർഫസ് അല്ലെ, അതുപോലെ മെയിൻ്റനൻസ് ഫാക്ടർ ഉണ്ട്, ഔട്ട്പുട്ട് റിസീവ്ഡ് അറ്റ് എ ടൈം t ടു ദ ആക്ച്വൽ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ മെയിൻ്റനൻസ് ഫാക്ടറും ഡിപ്രീസിയേഷൻ ഫാക്ടറുടെ difference എങ്ങനെയാ relation? maintenance factor is equal to 1 by depreciation factor അല്ലെ. നമ്മളിങ്ങനെ യൂണിറ്റ്സ് വരുമ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ട് യൂണിറ്റ്സ്, അതുപോലെ ഈ ഡെഫിനിഷൻസ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റെറേഡിയൻ ആണ്. Okay, next question. What is the temperature coefficient value of aluminum at 20 degrees Celsius? Degree Celsius ആണ് കേട്ടോ. അലുമിനിയത്തിന്റെയും കോപ്പറിന്റെയും കുറച്ച് വാല്യൂസ് നമ്മൾ നോട്ട് ചെയ്തിട്ട് പോകണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ടാബ്ലർ പഠിക്കാം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയി അലൂമിനിയം അതുപോലെ കോപ്പർ. ഫസ്റ്റ് നമ്മൾ കണ്ടക്ടിവിറ്റി പറയാം. ആർക്കായിരിക്കും കണ്ടക്ടിവിറ്റി കൂടുതൽ? നമുക്കറിയാം ഒരു ഓർഡർ അല്ലെ, കോപ്പർ ആണ് കൂടുതൽ അല്ലെ. സിൽവർ ഗ്രേറ്റർ ദാൻ കോപ്പർ, ഗ്രേറ്റർ ദാൻ ഗോൾഡ്, ഗ്രേറ്റർ ദാൻ അലുമിനിയം അല്ലെ. എങ്ങനെയാണ് ആ ഓർഡർ വരുന്നത്? അത് ഓർമ്മയിൽ വേണം. കണ്ടക്ടിവിറ്റി കേട്ടോ. അപ്പൊ അലുമിനിയത്തിനായിരിക്കും കുറവ്, കോപ്പറിനായിരിക്കും കൂടുതൽ. അലുമിനിയം 35 into 10 to the power 6 നമ്മൾ പറയുന്നു. കോപ്പർ ഇറ്റ് ഈസ് 56 into the 10 to the power 6. 10 to the power 6 അത് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പൊ 10 to the power 6 ഇപ്പൊ 3.5 10⁵ അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, റെസിസ്റ്റിവിറ്റി. അപ്പൊ കണ്ടക്ടിവിറ്റി നമ്മൾ പറഞ്ഞു കോപ്പറിനാണ് കൂടുതൽ, റെസിസ്റ്റിവിറ്റി ആർക്കായിരിക്കും കൂടുതൽ? അലുമിനിയത്തിനായിരിക്കും അല്ലെ കൂടുതൽ, അലുമിനിയത്തിനായിരിക്കും. അത് 2.87 into 10⁻⁸ ആണ്. That is for aluminum, and copper it is 1.78 into 10⁻⁻8. Okay, ചെറിയ ചെറിയ വാല്യൂസിന് വേരിയേഷൻസ് വരാം കേട്ടോ. ഓക്കെ, നല്ല റേഞ്ച് നമ്മൾ ഓർമ്മയിൽ വെക്കണം. Now നമ്മൾ പറയുന്നത് അവരുടെ മെൽറ്റിംഗ് പോയിന്റ്, ഇതൊന്ന് ഓർത്ത് വെക്കുക. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം 660 degrees Celsius ആണ്, and of copper is 1083 degrees Celsius. Okay,
Then നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആൽഫ എന്ന് പറയുന്നത് നമുക്കറിയാനുള്ള ഒരു ഇക്വേഷൻ റെസിസ്റ്റിവിറ്റി R2 is equal to R1 into 1 plus alpha T അല്ലേ അപ്പോൾ ആൽഫ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെയാണ് ഓക്കെ അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആർക്കായിരിക്കും കൂടുതൽ റെസിസ്റ്റിവിറ്റി കൂടിയ ആൾക്കായിരിക്കും അതായത് അലുമിനിയത്തിനാണ് നമ്മൾ കൂടുതൽ റെസിസ്റ്റിവിറ്റി പറഞ്ഞത് അതിനായിരിക്കും ആൽഫയും കൂടുതൽ അത് 0.00403 എന്ന് പറയുന്നു അലുമിനിയം ആൻഡ് ഫോർ കോപ്പർ ഇറ്റ് 0.00393 ഓക്കെ now നമ്മൾ അവരുടെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഏതോ ക്വസ്റ്റ്യനിൽ അത് ജനറലി 2.7 ആണ് ഫോർ അലൂമിനിയം ആൻഡ് ഇറ്റ് ഈസ് നിയർലി 8.9 ഫോർ കോപ്പർ ഓക്കെ അപ്പോൾ ഇത്രയാണ് ജനറലി ചോദിക്കാറ് മെയിൻലി കണ്ടുവരുന്നത് കണ്ടക്ടിവിറ്റി റെസിസ്റ്റിവിറ്റി then നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് ചോദിക്കാറ് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്പർ ഓർത്ത് വെക്കുക അലൂമിനിയത്തിന്റെ കോപ്പറിന്റെ ഓക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് അതായത് ആൽഫ ഫോർ അലൂമിനിയം ആണ് ചോദിച്ചത് അല്ലേ ഇത് നമ്മൾ നോർമലി സ്പെസിഫൈ ചെയ്യുന്നത് മൊത്തം 20 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഒരു 20 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ വാല്യൂസ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ അലൂമിനിയത്തിന് ആൽഫ എന്തായിരുന്നു നമുക്ക് കിട്ടിയത് ആൽഫ എന്ന് പറയുന്നത് 0.00403 അല്ലേ അതായത് 0.00403 എന്ന് പറയാം അതായത് 40.3 into 10 to the power minus 4 എന്ന് എഴുതാം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അത് 10 to the power ആണ് കേട്ടോ അതൊക്കെ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ 40.3 10 raised to minus 4 ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ ഇസ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടേബിളിന് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ കോപ്പറിന്റെ അലുമിനിയത്തിനുള്ള മെൽറ്റിംഗ് പോയിന്റ് കണ്ടിരുന്നു അലുമിനിയം ആൻഡ് കോപ്പർ അലുമിനിയത്തിന്റെ പ്രഭാവം നമ്മൾ 660 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൽ പറഞ്ഞത് അല്ലെ ആൻഡ് കോപ്പർ ഇറ്റ് ഇസ് 1083 ഡിഗ്രി സെൽഷ്യസ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ കോപ്പറിന് 1083 ഡിഗ്രി സെൽഷ്യസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 ആംപിയർ അവർ ഇസ് ഈക്വൽ ടു നമുക്കറിയാമല്ലോ ആംപിയർ അവർ എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി ആംപിയർ അവർ എന്ന് പറഞ്ഞാൽ അത് കറണ്ട് ഇൻറ്റു ടൈം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ എന്താ കറണ്ട് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ചാർജ് ആണ് ഓക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കുളോംസിലാണ് അല്ലെ അപ്പൊ നമുക്ക് ക്യൂന് എന്ത് എഴുതാം കറണ്ട് ഇൻറ്റു അത് ആംപിയർ ഇൻറ്റു ഹവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് സെക്കൻഡ്സ് ആയിട്ടാണ് കാണുന്നത് അല്ലെ 3600 എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഹവറിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആംപിയർ ഇൻറ്റു 1 hour എന്ന് പറഞ്ഞാൽ എത്ര 3600 സെക്കൻഡ്സ് ആയി അല്ലെ അപ്പൊ ആംപിയർ സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 3600 കുളോംസ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ഓക്കെ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് വൺ ദ ഷേപ്പ് ഓഫ് വാർണിംഗ് സൈൻ ഇസ് നമ്മുടെ ആക്ച്വലി സേഫ്റ്റി ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ ഈ സയൻസ് ഓക്കെ നമ്മുടെ സേഫ്റ്റി സയൻസ് കുറച്ചുണ്ട് അത് നമ്മളൊന്ന് നോട്ട് ചെയ്തിട്ട് പോവാം സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം സേഫ്റ്റി സയൻസ് നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്കതിനെ PMWI ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ PMWI അപ്പൊ PMW നമുക്ക് പൾസ് വിത്ത് മോഡുലേഷൻ അല്ലെ അപ്പൊ അതൊരു ഓർമ്മ ഉണ്ടല്ലോ ഇലക്ട്രോണിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പൾസ് വിത്ത് മോഡുലേഷൻ അതിന്റെ കൂട്ടൊരു ഐ ഓക്കെ അത് ഓർഡർ ആണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് പഠിക്കാൻ സിമ്പിൾ ആയി P എന്ന് പറയുന്നത് ആക്ച്വലി പ്രൊഹിബിഷൻ ആണ് കേട്ടോ പ്രൊഹിബിഷൻ സയൻസ് നമ്മൾ കണ്ടിട്ടില്ലേ പ്രൊഹിബിഷൻ സയൻസ് ഓക്കെ നൗ M എന്ന് പറയുന്നത് മാൻഡേറ്ററി സയൻസ് ആണ് മാൻഡേറ്ററി സയൻസ് നൗ W എന്ന് പറയുന്നത് വാർണിംഗ് സയൻസ് ആണ് വാർണിംഗ് സയൻസ് ആൻഡ് I എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സൈൻ ആണ് ഓക്കെ ഇത്രയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സേഫ്റ്റി സയൻസ് നമ്മൾ പഠിക്കാനുണ്ട് ഓക്കെ നൗ ഇത് നമ്മൾ ഈ ഒരു സയൻസ് ചോദിക്കാറുണ്ട് അതുപോലെ അവരുടെ കളേഴ്സ് ചോദിക്കാറുണ്ട് ദെൻ അവരുടെ ഷേപ്സും ചോദിക്കാറുണ്ട് നമുക്ക് നെക്സ്റ്റ് അവരുടെ ഷേപ്സ് പറയാം ഈ പ്രൊഹിബിഷൻ സയൻസ് എന്ന് പറയുന്നത് ജനറലി സർക്കിൾ ഷേപ്പ് ആണ് കേട്ടോ സർക്കിൾ ഓക്കെ മാൻഡേറ്ററിയും സർക്കിൾ ഷേപ്പ് ആണ് ദെൻ വാർണിംഗ് ഇസ് ട്രയാങ്കുലർ ഷേപ്പ് ആണ് ആൻഡ് ഇൻഫർമേഷൻ ഇസ് സ്ക്വയർ ഷേപ്പ് സ്ക്വയർ അല്ലെങ്കിൽ ഒബ്ലോങ് അങ്ങനെ പറയാറുണ്ട് കേട്ടോ സ്ക്വയർ ഓർ ഒബ്ലോങ് എന്ന് പറയും ഓക്കെ ഇതായിരിക്കും അവരുടെ ഷേപ്സ് ഇത് നമ്മൾ നോട്ട് ചെയ്തിട്ട് പോകണം Now next നമ്മുടെ കളേഴ്സ് ചോദിക്കും അതായത് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും ചോദിക്കും നമ്മുടെ സയൻസിന്റെ കളേഴ്സും ചോദിക്കും ഓക്കെ ഇപ്പൊ ഈ പ്രൊഹിബിഷൻ സൈൻ എന്ന് പറയുന്നത് നമ്മൾ ജനറലി ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലാക്ക് സിഗ്നൽ ആയിരിക്കും സിമ്പിൾ ആയിരിക്കും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഡു നോട്ട് ടച്ച് എന്ന് പറഞ്ഞ സിമ്പിൾ ഓക്കെ അതിൽ ഡു നോട്ട് ടച്ചിൽ നമ്മൾ ഹാൻഡ് സിമ്പിൾ നമ്മൾ ബ്ലാക്ക് കളർ ആയിരിക്കും ആൻഡ് അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ഓക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം ആ സിമ്പിളിന്റെ അല്ലെങ്കിൽ ആ സൈനിന്റെ ഒരു കളർ കൂടി അറിഞ്ഞിരിക്കണം ചിലപ്പം ചോദിക്കാറുണ്ട് ചില ക്വസ്റ്റ്യൻസിന് ഐ.ടി. പോലത്തെ എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട് ഓക്കെ സൈൻ കളറും നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കളറും ഒന്ന് നോക്കിയിട്ട് പോവാം സോ പ്രൊഹിബിഷന്റെ കേസിൽ സൈൻ കളർ എന്ന് പറയുന്നത് ഇത് പഠിക്കുന്ന ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം ഇത് ബ്ലാക്ക് വൈറ്റ് അങ്ങനെയാണ് അത് ഓർത്തിരിക്കുക കേട്ടോ സയൻസ് വരുന്നത് ബ്ലാക്ക് ദെൻ വൈറ്റ് ബ്ലാക്ക് വൈറ്റ് ഇത് നമുക്ക് അങ്ങനെ ട്രേബിൾ ആയിട്ട് ഓർത്ത് വെച്ച് നമുക്ക് സിമ്പിൾ ആയി ഓക്കെ അതായത് PMWI എന്ന ഓർഡറിൽ ബ്ലാക്ക് വൈറ്റ് ആയിരിക്കും നമ്മുടെ സയൻസിന്റെ കളർ വരുന്നുണ്ടാവുക ഓക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായിരിക്കും ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ വൈറ്റ് ആയിരിക്കും അതായത് പ്രൊഹിബിഷൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് സിമ്പിൾ ആയിരിക്കും
Now mandatory എന്ന് പറയുന്നത് it is blue background. Okay, blue background ല് white symbol ആയിരിക്കും mandatory ക്ക്. Now warning ന് it is I think it's yellow. Okay, yellow ആണ് കേട്ടോ. Yellow background ല് black sign ആയിരിക്കും. And for information it is again green. Okay, അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവാം, ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സേഫ്റ്റി സയൻസ് ജനറലി 4 ആണ് പറയാറ്: പ്രൊഹിബിഷൻ, മാൻഡേറ്ററി, വാർണിംഗ് ആൻഡ് ഇൻഫർമേഷൻ. ഓക്കെ, അതിൽ ജനറലി ഷേപ്സ് നല്ലോണം ഓർത്ത് വെക്കണം. ദെൻ അവരെ സയൻസിന്റെ കളർ ബ്ലാക്ക് വൈറ്റ് തന്നെയാണ്, സിമ്പിളാണ് നമുക്ക് ഓർത്ത് വെക്കാൻ. ദെൻ ഈ ബാക്ക്ഗ്രൗണ്ട് കളറും കൂടി വൈറ്റ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഷേപ്പ് ഓഫ് വാർണിംഗ് സൈൻ ആണ് അല്ലെ. വാർണിംഗ് സൈനിന്റെ ഷേപ്പ് എന്താ? ട്രയാങ്കുലർ ആണ് അല്ലെ. അതായത് ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് വൺ, ദ യൂണിറ്റ് ഓഫ് MMF അല്ലെ, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം അല്ലെ. എന്താ? ഓപ്ഷൻ ഡി ആണ്, ആംബിയർ ടേൺസ് ആണ് അല്ലെ ആൻസർ. ഇതിൽ നമ്മൾ SI യൂണിറ്റ് ഓഫ് ശ്രദ്ധിക്കണം കേട്ടോ. SI യൂണിറ്റ് ഓഫ് MMF എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ ആംബിയർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആംബിയർ ആയിരിക്കും. ഓക്കെ, ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ആംബിയർ ആണ്, ആംബിയർ ടേൺസ് അല്ല ഇഫ് SI യൂണിറ്റ് ഓഫ് MMF ആസ്ക് ആണെങ്കിൽ. ഓക്കെ, ഇതിൽ നമ്മൾ CGS യൂണിറ്റ് ഉണ്ട്. CGS യൂണിറ്റ് ഓഫ് MMF എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇറ്റ് ഇസ് ഗിൽബർട്ട്. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ഗിൽബർട്ട്. ഓക്കെ, ഇതുപോലെ നമ്മൾ ഫ്ലക്സിന്റെ എന്ന് പറയാം, ഫ്ലക്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു ഫ്ലക്സ് അല്ലെ. ഫ്ലക്സിന്റെ SI യൂണിറ്റ് നമുക്കറിയാം, ഫ്ലക്സിന്റെ SI യൂണിറ്റ് എന്താണ്? വെബർ ആണ് അല്ലെ, വെബർ. Now CGS സിസ്റ്റത്തിൽ വരുമ്പോൾ it is actually Maxwell. Okay, now relations ചോദിക്കാറുണ്ട്. 1 Weber is equal to 10 raised to 8 Maxwell. ഈ മാക്സ്വെല്ലിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറയുന്നത്. is equal to 10 raised to 8 മാഗ്നറ്റിക് ലൈൻസ് എന്നും കൂടി പറയാം. Okay, now ഫ്ലക്സ് കഴിഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി പറയാം. ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു B അല്ലെ. എന്താ ഫ്ലക്സ് ഡെൻസിറ്റി യൂണിറ്റ്? SI യൂണിറ്റ് എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ മീറ്റർ സ്ക്വയർ, വെബർ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയും ടെസ്ല എന്ന് പറയും. Now CGS സിസ്റ്റത്തിൽ ടെസ്ലയ്ക്ക് പകരം ഗോസ് എന്ന് പറയും, ഗോസ്, GOS, ഗോസ്. ഓക്കെ, ആൻഡ് റിലേഷൻ 1 ടെസ്ല is equal to 10 raised to 4 ഗോസ് ആണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആംബിയർ ടേൺസ്. ഇവിടെ നമുക്ക് ആംബിയർ തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആംബിയർ ടേൺസ് എടുക്കാം. ഓപ്ഷൻ ഡി is കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ പെർമിയബിലിറ്റി ഓഫ് ബിസ്മത്ത്? കുറെ വാല്യൂസ് വന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ഇങ്ങനെ ഡയറക്ട്ലി നമുക്ക് വാല്യൂസ് കാണാതെ അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബിസ്മത്ത് എന്ന് പറയുന്നത് നമുക്ക് സബ്സ്റ്റൻസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാലോ അല്ലെ. പാര, അതുപോലെ ഡയ, അതുപോലെ ഫെറോ അല്ലെ. അപ്പൊ അവർ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നമുക്ക് നോക്കിയാൽ മതി അല്ലെ. നമുക്കറിയാം പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ മ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാം. ഡയ എന്റെ കേസിൽ മ്യൂ ഇസ് ലെസ് ദാൻ 1 എന്ന് പറയും. ഫെറോ ആണെങ്കിൽ മ്യൂ ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു വാല്യൂ വെച്ച് നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് കണ്ടുപിടിക്കാം. Now, ഏതൊക്കെയാണ് നമ്മുടെ പാര, ഡയ, ഫെറോ മെറ്റീരിയൽസ് എന്ന് നോക്കാം. അപ്പൊ ബിസ്മത്ത് ഏതിലാണ് വരുന്നത്? ആക്ച്വലി നമ്മൾ പാര പറയുകയാണെങ്കിൽ നമ്മൾ ജനറലി കോമൺലി ചോദിക്കുന്ന മെറ്റൽസ് ഏതൊക്കെയെന്ന് വെച്ചാൽ പാരൽ ഓക്സിജൻ ചോദിക്കാറുണ്ട്. ഓക്സിജൻ ഏതാ? ഓക്സിജൻ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ സബ്സ്റ്റൻസ് ആണ് കേട്ടോ. ഓക്സിജൻ, then comes അലൂമിനിയം, then പ്ലാറ്റിനം, പിന്നെ നമ്മുടെ സോഡിയം, പൊട്ടാസ്യം, അതുപോലെ കാൽഷ്യം, മെഗ്നീഷ്യം, ഇതൊക്കെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആണ്. ഓക്കെ, ഇതിൽ ഓക്സിജനും അലുമിനിയം ജനറലി ചോദിച്ചു കണ്ടിട്ടുണ്ട്, പ്ലാറ്റിനം. ഓക്കെ, നൗ കമ്മിങ് ടു ഡൈ ആണെങ്കിലോ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിനാണെങ്കിൽ നമ്മൾ പറയുന്ന ഈ കോപ്പർ, കാർബൺ, ഓക്കെ, കോപ്പർ, കാർബൺ, ദെൻ സിൽവർ, ഗോൾഡ്, ഇതൊക്കെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അതുപോലെ വാട്ടർ, ദെൻ അതുപോലെ ആന്റിമണി, ബിസ്മത്ത്, ലെഡ്, ഇതൊക്കെ നമ്മുടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആന്റിമണി, ബിസ്മത്ത്, ലെഡ് ഉണ്ട്, ദെൻ വാട്ടർ, കോപ്പർ, കാർബൺ ഒക്കെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, നൗ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണെങ്കിൽ നമുക്ക് അറിയാമല്ലോ, അയേൺ, നിക്കൽ, കൊബാൾട്ട്. ഓക്കെ, അപ്പൊ ഇവരുടെ നമുക്കൊരു അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർമിയബിലിറ്റി ഓഫ് ബിസ്മത്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. ബിസ്മത്ത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞത്? പാരയാണോ, ഡയാണോ, ഫെറോ ആണോ? നോക്കിയേ, ബിസ്മത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലെ. ഡയാമാഗ്നറ്റിന്റെ കേസിൽ മ്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആയിരിക്കും അല്ലെ. നോക്കി ഓപ്ഷൻസ് നോക്കി, ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ സിയും ഡിയും ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ സിയും ഡി നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓപ്ഷൻ ബിയും എയും ആണ് അല്ലെ. ഇത് ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെസ് ആയി 11നേക്കാൾ. അപ്പൊ ജസ്റ്റ് അപ്രോക്സിമേറ്റ്ലി നിയർ ടു 1 ആയിരിക്കും നമുക്ക് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ബിസ്മത്ത് എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കേട്ടോ, 0.99. നെക്സ്റ്റ് വൺ, ദ ലിഫ്റ്റിംഗ് പവർ ഓഫ് എ മാഗ്നെറ്റ് ഈസ്. ദ ലിഫ്റ്റിംഗ് പവർ എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് മാഗ്നറ്റിക് സർഫേസസിന്റെ ഇടയിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ്, അതാണ് നമ്മൾ ലിഫ്റ്റിംഗ് പവർ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ് കേട്ടോ, അത് നമ്മൾ കാണാതെ പഠിച്ചിട്ട് തന്നെ പോവാം. ലിഫ്റ്റിംഗ് പവർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു എ ബൈ 2 മ്യൂ നോട്ട് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ സ്ക്വയർ ആണ് കേട്ടോ, ബി സ്ക്വയർ എ ബൈ 2 മ്യൂ നോട്ട്. ഓക്കെ,
So correct answer option A ആയിരിക്കും b square a by 2 mu naught. B എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ magnetic flux density അല്ലെ magnetic flux density ആണ് B എന്ന് പറയുന്നത്. A എന്ന് പറയുന്നത് നമ്മുടെ area ആയിരിക്കും. Now mu എന്ന് പറയുന്നത് നമ്മുടെ permeability ആയിരിക്കും. Okay, permeability of free space എന്ന് പറയാം. Okay, b square a by 2 mu naught ആണ് നമ്മുടെ lifting power of a magnet എന്ന് പറയുന്നത് കേട്ടോ. b square a by 2 mu naught. Option A ആയിരിക്കും നമ്മുടെ ആൻസർ. Next question, which type of capacitors are used in RF coupling circuits? Different types of capacitors or applications നമ്മൾ അറിഞ്ഞിരിക്കണം. Okay, so നമ്മൾ RF coupling circuits നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് capacitors ചോദിച്ചാൽ is monolithic capacitor ആണ് കേട്ടോ. Option C ആ correct answer. Okay, അപ്പോൾ നമുക്ക് എല്ലാ capacitors ഓടിച്ചു പോകാം. നമുക്ക് first one is ceramic capacitors ഉണ്ട് അല്ലേ. Ceramic capacitors നമ്മൾ generally picofarad range 1 picofarad to 0.1 picofarad or 100 picofarad ആ range നമ്മൾ അവരുടെ values പറയുന്നുണ്ടാവുക. Okay, then second we have mica capacitors ഉണ്ട് അല്ലേ. ഈ mica capacitors നമ്മൾ high frequency filtering നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ mica capacitors ആണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കുക. Then third we have electrolytic capacitors. Electrolytic capacitors എന്ന് പറഞ്ഞാൽ highest value of capacitance തരുന്നുണ്ട്. Highest value of capacitance തരുന്നത് നമ്മുടെ electrolytic capacitors ആണ് കേട്ടോ. Electrolytic capacitors two types ഉണ്ട്. നമ്മൾ അലുമിനിയം വെച്ചിട്ട് ഉണ്ടാക്കുന്നതുണ്ട്. Then tantalum വെച്ചിട്ട് ഉണ്ടാക്കുന്നതുണ്ട്. tantalum. Okay, ഇത് രണ്ടും high value of capacitance നമുക്ക് തരുന്നുണ്ടാവുക. Okay, now അതിന് മുമ്പ് PSC question ചോദിച്ചിട്ടുണ്ട് നമ്മൾ electrolytic capacitors എവിടെ യൂസ് ചെയ്യുക, DC circuits ആണോ AC circuits ആണോ. അപ്പോൾ നിമി ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന DC circuits നമ്മൾ ജനറലി electrolytic capacitors യൂസ് ചെയ്യുന്നത്. കാരണം AC സർക്യൂട്ട്സിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവർ ബേൺ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നമ്മൾ ക്ലിയർ ആക്കി വെക്കണം. ഈ DC സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് പോളറൈസ്ഡ് ആയിരിക്കും. ഓക്കെ, പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ സെപ്പറേഷൻസ് ഉണ്ടാവും. 2 legs ഉള്ള കപ്പാസിറ്ററിന് പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ നമ്മൾ മാർക്കിംഗ്സ് കൊടുത്തിട്ടുണ്ടാവും. പോളറൈസ്ഡ് ആയിരിക്കും. ആ പോളറൈസ്ഡ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക, DC സർക്യൂട്ട്സിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അവർ നമ്മൾ AC സർക്യൂട്ട്സിൽ യൂസ് ചെയ്യില്ല, കാരണം അവർ ബേൺ ആവും. ഓക്കെ, നൗ ഈ നോൺ പോളറൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ അങ്ങനെ ഇല്ല. അത് നമ്മൾ AC സർക്യൂട്ട്സിൽ നമുക്ക് യൂസ് ചെയ്യാം. AC സർക്യൂട്ട്സിൽ യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിന്റെ സ്റ്റാർട്ടിംഗ് പർപ്പസ് അല്ലെ, കപ്പാസിറ്റർ ആണുള്ള മോട്ടോഴ്സിലൊക്കെ നമ്മൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് PSC കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, DC സർക്യൂട്ട്സ് ആണോ AC സർക്യൂട്ട്സ് ആണോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഡിഫറൻസ്. പോളറൈസ്ഡ് ആണെങ്കിൽ DC സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നു, നോൺ പോളറൈസ്ഡ് ആണെങ്കിൽ AC സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ നോൺ പോളറൈസ്ഡ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2 കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആണ്. രണ്ടാണ് സീരീസ് ആയിട്ട് പോസിറ്റീവ് ടെർമിനൽസ് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഒരു സിംഗിൾ ആയിട്ട് കണ്ടെയ്നറിൽ വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ജനറലി 2 types ഉണ്ട്, അലുമിനിയം ടാൻറ്റാലം ആൻഡ് ഹൈയസ്റ്റ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് തരുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ പറയുന്ന ഒരു ഫോർത്ത് വൺ എയർ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഈ ജനറലി എയർ കപ്പാസിറ്റേഴ്സ് നമ്മൾ ട്യൂണിംഗ് പർപ്പസസ്, അതായത് റേഡിയോ ട്യൂണിംഗ്, ഇതിനൊക്കെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ എയർ കപ്പാസിറ്റേഴ്സ് ആണ് കേട്ടോ. ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അവരുടെ ആപ്ലിക്കേഷൻസ് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. എയർ കപ്പാസിറ്റേഴ്സ്, റേഡിയോ ട്യൂണിംഗ്, ഹൈ ഫ്രീക്വൻസി ഫിൽറ്ററിംഗ് ആണ് മൈക്ക കപ്പാസിറ്റേഴ്സ്. ഇതുപോലെ ഒരു പോളി എസ്റ്റർ കപ്പാസിറ്റർ ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ പോളി എസ്റ്റർ കപ്പാസിറ്റർ, ഇതിന് ആക്ച്വലി ഹൈയസ്റ്റ് ലീക്കേജ് അല്ലെങ്കിൽ ഹൈ ലീക്കേജ് വാല്യൂ അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈയസ്റ്റ് ലീക്കേജ് തരുന്നത് ഈ പോളി എസ്റ്റർ കപ്പാസിറ്റർ ആണ് കേട്ടോ. ഹൈയസ്റ്റ് ലീക്കേജ് വാല്യൂ കൊടുക്കുന്നത് ഈ പോളി എസ്റ്റർ കപ്പാസിറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ കപ്പാസിറ്റേഴ്സിന്റെ ആപ്ലിക്കേഷൻസും അതിന്റെ റേഞ്ച് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവാം. ക്വസ്റ്റ്യൻ ചോദിച്ചത് RF കപ്ലിംഗ് സർക്യൂട്ട്സിൽ ആരാ യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ മോണോലിത്തിക് കപ്പാസിറ്റേഴ്സ് ആണ്. ഓപ്ഷൻ സി നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ വോൾട്ടേജ് ഓഫ് എ സിമ്പിൾ വോൾട്ടൈക് സെൽസ് അതിന്റെ നമ്മൾ ആനോഡ്സ്, കാത്തോഡ്സ്, അതുപോലെ അവരുടെ വോൾട്ടേജസ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകണം. അപ്പോൾ വോൾട്ടൈക് സെൽ എന്ന് പറയുന്നത് നമുക്കറിയാലേ, ഒരു അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് നിയർലി 1.1 വോൾട്ട് അല്ലെങ്കിൽ 1.08 വോൾട്ട് എന്ന് പറയാം. ഓക്കെ, ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ, വോൾട്ടൈക് സെല്ലിന്റെ. അതുപോലെ നമ്മുടെ ലെഡ് ആസിഡ് സെൽസ് ഉണ്ട് അല്ലെ. ലെഡ് ആസിഡ് സെൽസ് നമ്മൾ ജനറലി പറയുന്നത് 2.1 വോൾട്ട്, 2.1 അല്ലെങ്കിൽ 2.2 റേഞ്ചിൽ വരുന്നതാണ് ലെഡ് ആസിഡ് സെൽസ്. Now we have alkaline cells ഉണ്ട്. alkaline cells നമ്മൾ generally 1.5 വോൾട്ട് എന്ന് പറയുന്നു. mercury cells ഉണ്ട്. mercury cells നമ്മൾ generally 1.35 വോൾട്ട് എന്ന് പറയുന്നു. ഓക്കെ, ഇതുപോലെ എല്ലാ സെൽസിന്റെയും വോൾട്ടേജസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അവരുടെ കാത്തോഡ്സ്, ആനോഡ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഓക്കെ, ലെഡ് ആസിഡ് സെല്ലിന്റെ കേസിൽ ഒരു പോയിന്റ് ഞാൻ അത് കൂടെ പറഞ്ഞുതരാം. ഒരു ലെഡ് ആസിഡ് സെൽസിന്റെ കേസിൽ
പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റൻ ആയിരുന്നു തോന്നുന്നു കേട്ടോ. ചാർജ് കണ്ടീഷനിലും ഡിസ്ചാർജ് കണ്ടീഷനിലും അവരുടെ വോൾട്ടേജസ് വേരി ചെയ്യും. അതായത് ചാർജ് കണ്ടീഷനിൽ lead acid സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2.1 വോൾട്ട് ആണ്. അത് ഡിസ്ചാർജ് കണ്ടീഷനിൽ ഇറ്റ് ഈസ് 1.8 വോൾട്ട്. ഓക്കെ, ഇത് വോൾട്ടേജസിന്റെ കേസ്. നൗ സെയിം സ്പെസിഫിക് ഗ്രാവിറ്റി ചോദിക്കാം lead acid ബാറ്ററിയുടെ. ഇത് നമ്മൾ ചോദിച്ച ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. Specific gravity of lead acid cell other charged condition നമുക്ക് generally 1.25 volt ആണ്, and discharged condition let us 1.15 volt ആണ്. Okay, ഇതുപോലെ എല്ലാ സെൽസിന്റെയും വോൾട്ടേജസ് ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവുക. അവരുടെ ആപ്ലിക്കേഷൻസ്, അവരുടെ ആനോഡ്സ്, കാത്തോഡ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ട് പോകണം കേട്ടോ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1.08 വോൾട്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് കുറച്ച് മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഇലക്ട്രിക്കൽ ഡിസ്കസ് ചെയ്തല്ലോ, നമുക്ക് കുറച്ച് മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസും കൂടി ഈ സെഷനിൽ കവർ ചെയ്യാം. ഇൻസൈഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹൈഡ്രോളിക് പമ്പ്സ് എ ക്രെസന്റ് ഷേപ്ഡ് സ്പേസിംഗ് ക്യാൻ ബി ഫൗണ്ട്? ക്രെസന്റ് ഷേപ്ഡ് അല്ല, നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ക്രെസന്റ് ഷേപ്ഡ് ഈ ഏരിയ നമ്മൾ ഓർത്ത് വെച്ചിട്ട് പോകണം. ക്രെസന്റ് ഷേപ്പ് നമുക്കറിയാം, പമ്പ്സ് നമ്മൾ ജനറലി ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? റോട്ടറി പമ്പ്സ് ഉണ്ട് അല്ലെ, റോട്ടറി പമ്പ്സ് ആൻഡ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ്. റോട്ടറി ഡൈനാമിക് പമ്പ്സ് എന്ന് പറയാം, ഡൈനാമിക് പമ്പ്സ് ആൻഡ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ് എന്ന് പറയുന്നു അല്ലെ. ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ ഡൈനാമിക് പമ്പ്സിൽ വരുന്നത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ്സ് അല്ലെ, സെൻട്രിഫ്യൂഗൽ പമ്പ്സ്, അതുപോലെ ആക്സിയൽ പമ്പ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈനാമിക് പമ്പ്സിൽ വരുന്നതാണ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സിലോ നമ്മുടെ എന്താണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് അല്ലെ, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സും then comes our rotary pumps. Okay, reciprocating നമുക്കറിയാം പ്ലഞ്ചർ ടൈപ്പ് ഉണ്ട്, ഒരു പിസ്റ്റൺ ടൈപ്പ് ഉണ്ട്. റോട്ടറിയിൽ വരുന്നതാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റോട്ടറി പമ്പ്സ് എന്ന് ഗിയർ, ലോബ്, സ്ക്രൂവ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ റോട്ടറി പമ്പ്സിൽ വരുന്നതാണ്. അതായത് ഒരു റോട്ടറി പ്രിൻസിപ്പിൾ ആയിരിക്കും അല്ലെ, റോട്ടറി പോലെ ഉണ്ടാവും. അതിനകത്ത് നമുക്ക് ഗിയറോ അല്ലെങ്കിൽ ലോബോ സ്ക്രൂവോ ഉണ്ടോ, റൊട്ടേഷൻ ചെയ്യുന്നു, അങ്ങനെ പമ്പ് വർക്ക് ചെയ്യുന്നു, വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് റോട്ടറി പമ്പ്സിനെ കുറിച്ചാണ്. റോട്ടറി പമ്പ്സിലെ ഗിയർ പമ്പിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ക്രെസന്റ് ഷേപ്പ് ആർക്കുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗിയർ പമ്പ്സ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഇന്റേണൽ ഗിയറും ഉണ്ട്, ഒന്ന് എക്സ്റ്റേണൽ ഗിയറും ഉണ്ട്. ഓക്കെ, ഇന്റേണൽ ഗിയർ ആൻഡ് എക്സ്റ്റേണൽ ഗിയർ പമ്പ്സ് ഉണ്ട്. ഈ ഇന്റേണൽ ഗിയർ പമ്പ്സ് എങ്ങനെയായിരിക്കും? ഇന്റേണൽ ഗിയർ പമ്പ്സ് എന്ന് പറഞ്ഞാൽ അതൊരു 2 ഗിയേഴ്സ് ഉണ്ടാവും, പക്ഷെ അത് ഒരു ഗിയറിന്റെ ഉള്ളിലായിരിക്കും വേറൊരു ഗിയർ വെച്ചിട്ടുണ്ടാവുക. കണക്ഷൻ അങ്ങനെയായിരിക്കും നമ്മൾ അത് ഫോം ചെയ്തിട്ടുണ്ടാവുക. സപ്പോസ് ഒരു ഗിയർ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ മേലെ ആയിരിക്കും വേറൊരു ഗിയർ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൻഡ് അവരുടെ ഇടയിൽ നമ്മുടെ ആ ഒരു വാട്ടറിന്റെ ലീക്കേജ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും അവരുടെ ഫ്ലൂയിഡ് ഫ്ലോ നമ്മൾ ഈസി ആക്കാൻ നമ്മൾ ക്രെസന്റ് ഷേപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും 2 റോട്ടേഴ്സിന്റെ ഇടയിൽ, 2 ഗിയേഴ്സിന്റെ ഇടയിൽ. ഓക്കെ, എക്സ്റ്റേണൽ ഗിയർ പമ്പ് എന്ന് പറയുമ്പോൾ 2 ഗിയേഴ്സ് നമ്മൾ ഇങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരാൾ ഡ്രൈവർ ഒരാൾ ഫോളോവർ ആയിട്ട്. ഓക്കെ, ഇതിന്റെ ഫിഗേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവുക കേട്ടോ. നമുക്ക് മനസ്സിലാവാൻ സിമ്പിൾ നമുക്ക് ഫിഗേഴ്സ് ആണ്, ഫിഗേഴ്സ് വെച്ച് നോക്കി നമുക്ക് വേഗം സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ ക്രെസന്റ് ഷേപ്ഡ് നമ്മൾ സ്പേസിംഗ് കൊടുക്കുന്നത് എവിടെയായിരിക്കും? ഇന്റേണൽ ഗിയർ പമ്പ്സിലായിരിക്കും കേട്ടോ. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇന്റേണൽ ഗിയർ പമ്പ്സ് ആയിരിക്കും. ഈ വെയിൻ പമ്പ്സ്, ലോബ് പമ്പ്സ്, അത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, അതുപോലെ റോട്ടറി പമ്പ്സ് ആണ് അല്ലെ. അതുപോലെ ഈ ലോബ് പമ്പ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലോബ് പമ്പ്സ് എന്തായിരിക്കും? നമ്മൾ ഗിയറിന് പകരം നമ്മൾ ലോബ്സ് ആയിരിക്കും റോട്ടറിനകത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ ലോബ് പമ്പ്സും ജനറലി നമ്മൾ ബയോടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, കെമിക്കൽ ഫാക്ടറീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡ് ആൻഡ് ബിവറേജസിൽ യൂസ് ചെയ്യുന്നുണ്ട്, പേപ്പർ ആൻഡ് പൾപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആപ്ലിക്കേഷൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ലോബ്, പേപ്പർ ആൻഡ് പൾപ്പിൽ യൂസ് ചെയ്യാറുണ്ട് ഈ ലോബ് പമ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ ഈ എക്സ്റ്റേണൽ ഗിയർ പമ്പ്സും നമ്മൾ ഇതേ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ സപ്പോസ് നമ്മളൊരു ആപ്ലിക്കേഷൻ ചോദിച്ചിട്ട് സേ നമ്മൾ ബയോടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബിവറേജിൽ ഏത് പമ്പ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് ഓപ്ഷൻസിൽ ലോബും ഗിയറും ഉണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഗിയർ പമ്പ്സ് ആണ് കേട്ടോ. അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്റേണൽ ഗിയർ പമ്പ്സ്. Next one, which of the following is true about temperature sensors? Temperature sensors, എന്താ ആക്ച്വലി ടെമ്പറേച്ചർ സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനല്ലേ. നമ്മളൊരു ടെമ്പറേച്ചർ അതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ലെങ്കിൽ റീഡബിൾ ആയിട്ടുള്ള സിഗ്നൽ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നവരാണ് ടെമ്പറേച്ചർ സെൻസേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ടെമ്പറേച്ചർ സെൻസേഴ്സ് ജനറലി നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? ഒന്ന് മെക്കാനിക്കൽ ടൈപ്പ് ഉണ്ട്, ഒന്ന് ഇലക്ട്രിക്കൽ ടൈപ്പ് ഉണ്ട്, ഒന്ന് റേഡിയേഷൻ ടൈപ്പ് ഉണ്ട് അല്ലേ. നമ്മൾ റേഡിയേഷൻ ടൈപ്പ് നമ്മൾ ജനറലി ആണ് ഡിസ്കസ് ചെയ്യാറില്ല. മെക്കാനിക്കൽ ടൈപ്പ് വരുന്നതാണ് നമ്മുടെ തെർമോമീറ്റേഴ്സ് അല്ലെ, നമ്മൾ മെക്കാനിക്കലി റീഡ് ചെയ്യുന്ന തെർമോമീറ്റേഴ്സ് ഒക്കെ മെക്കാനിക്കൽ ടൈപ്പ് സെൻസേഴ്സ് ആണ്. ഇലക്ട്രിക്കൽ സെൻസേഴ്സ് വരുന്നതാണ് ഈ RTD, അതുപോലെ തെർമിസ്റ്റർ, ഓക്കെ, അല്ലെങ്കിൽ തെർമിസ്റ്റേഴ്സ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഇലക്ട്രിക്കൽ സെൻസേഴ്സിൽ വരുന്ന ഇലക്ട്രിക്കൽ ടെമ്പറേച്ചർ സെൻസേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു വേരിയേഷൻ ആണ്, കോമ്പിനേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് RTD ആണ് ഇപ്പൊ ടെമ്പറേച്ചർ സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മുടെ
RTD കുറിച്ചിട്ടാണ് കേട്ടോ. റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ ആണ്. RTD എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. അതെന്തായിരിക്കും, നമ്മൾ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചറിന്റെ വാല്യൂസ് സെൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതിന് എന്തായിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് ടെമ്പറേച്ചേഴ്സ് എന്ന് പറയുന്നത്? Generally positive temperature coefficient of resistance ആയിരിക്കും അവർക്ക്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെ, PTC, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് അറിയല്ലോ. അത് നമ്മൾ ടെമ്പറേച്ചർ സെൻസേഴ്സ് RTDയിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കും. അത് ആരായിരിക്കും ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കാണിക്കുന്നത്? ആരാ? ജനറലി നമ്മുടെ കണ്ടക്ടേഴ്സ് ആണ് അല്ലെ, അല്ലെങ്കിൽ മെറ്റൽസ് ആണ്. ഓക്കെ, അവരുടെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസും വേരി ചെയ്യും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ നമ്മൾ ടെമ്പറേച്ചറും കൂടി ഇൻക്രീസ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, ഇറ്റ്സ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കറക്റ്റ് ഓപ്ഷൻ ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു R പ്രൊപ്പോർഷണൽ ടു T ആണ്, അപ്പൊ കറക്റ്റ് ആണ്. Now second option എന്താ? Its electrical resistance decreases with increase in temperature. ഇത് ആരാണ് ആക്ച്വലി? ഇത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണിക്കുന്നവരാണ് അല്ലെ. അതാണ് തെർമിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി അല്ല. Now see, it could be fitted with a balancing coil gauge. അത് നമ്മൾ ഓൾഡ് മെക്കാനിക്കൽ ഇതാണ്, അത് നമ്മൾ RTD ആയിട്ട് ഒരു റിലേഷൻ ഇല്ല. Now, its electrical resistance remains unchanged irrespective of temperature changes. അപ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ സെൻസർ വർക്ക് ആവുകയില്ല അല്ലെ. റെസ്പെക്റ്റീവ് ആണെങ്കിൽ ചേഞ്ച് ഇല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ സെൻസേഴ്സ് വർക്ക് ആവുന്നില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇവിടെ ചോദിച്ചത് നമ്മുടെ RTDനെ കുറിച്ചാണ്, ടെമ്പറേച്ചർ സെൻസേഴ്സ്, റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ ഡിറ്റക്ടർ. അതിൽ നമുക്ക് R proportional to T ആയിരിക്കും. ഓക്കെ, കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. Which of the following components serves the purpose of retaining the piston down against the seat in a balanced condition in a pressure relief valve? ഒരു pressure relief valve കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. pressure relief valve എന്താ ചോദിച്ചിട്ടുള്ളത്? ഏത് കോമ്പണന്റ് ആണ് വിത്ത് പർപ്പസ് ഓഫ് റിറ്റെയിൻ ദ പിസ്റ്റൺ ഡൗൺ, അതായത് പിസ്റ്റൺ നമ്മൾ ആ ബാലൻസ്ഡ് പൊസിഷനിലേക്ക് സീറ്റ് ചെയ്ത് വെക്കുന്നത് ഏത് കോമ്പണന്റ് ആണ്? ഒരു പ്രഷർ റിലീഫ് വാൽവ്. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പ്രഷർ റിലീഫ് വാൽവ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു സപ്പോസ് ഒരു സിലിണ്ടറോ അല്ലെങ്കിൽ നമ്മൾ ഏതിലായാലും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ആക്ച്വലി സ്പ്രിംഗ് മെക്കാനിസം ആയിരിക്കും. ഒരു സ്പ്രിംഗ് മെക്കാനിസം നമ്മുടെ ആ ഒരു സീലിനെ അവിടെ കറക്റ്റ് പൊസിഷനിൽ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുകയായിരിക്കും. ഇനി ഇതിനകത്തുള്ള പ്രഷർ ഇൻബിൽറ്റ് ചെയ്തിട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സീല് സ്പ്രിംഗ് ഈ സീലിനെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കയറ്റിയിട്ട് ആ പ്രഷർ നമുക്ക് റെഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രഷർ ഇൻബിൽറ്റ് ആകുകയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തുള്ള ഫ്ലൂയിഡ് പുറത്തേക്ക് തള്ളും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പൊ പ്രഷർ നമ്മളൊരു സേഫ്റ്റി ഡിവൈസ് ആയിട്ട് നമ്മൾ ഈ പ്രഷർ റിലീഫ് വാൽവ്സ് യൂസ് ചെയ്യുന്നത് അല്ലെ. പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി അത് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സ്പ്രിംഗ് ആണ് അവിടെ ആക്ച്വലി ആ മെക്കാനിസം കൊണ്ട് നടക്കുന്ന സ്പ്രിംഗ്. ഓക്കെ, നമ്മൾ ചോദിച്ചത് ആ ബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് ഈ പിസ്റ്റൺ അതായത് ഈ പിസ്റ്റണിനെ ഡൗൺ പൊസിഷനിൽ ബാലൻസ്ഡ് കണ്ടീഷനിൽ കീപ്പ് ചെയ്യുന്ന ആൾ ആരാണ് ചോദിച്ചത്? അത് നമ്മുടെ ഈ സ്പ്രിംഗ് ആണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹെവി സ്പ്രിംഗ് അല്ല, നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ലൈറ്റ് സ്പ്രിംഗ്സ് ആയിരിക്കും കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. Next one, which of the following is a dependent factor on fluid flow rate of a variable flow control valve? ഒരു ഫ്ലോ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത് ജനറലി നമ്മുടെ ഫ്ലൂയിഡ് വാൽവ്സ് തന്നെയാണ് അല്ലെ. അതായത് നമ്മുടെ ആ ഫ്ലൂയിഡിന്റെ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യുന്ന വാൽവ്സ്. ഓക്കെ, അത് ഏത് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യണം എന്നൊക്കെ കൺട്രോൾ ചെയ്യുന്ന വാൽവ്സ് ആണ് നമ്മുടെ ഫ്ലൂയിഡ് കൺട്രോൾ വാൽവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഫ്ലൂയിഡ് വാൽവ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് അല്ലെ. ഫ്ലൂയിഡ് വാൽവ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വൺ നമ്മൾ ഗേറ്റ് വാൽവ്സ് ഉണ്ട് അല്ലെ. ഗേറ്റ് വാൽവ്സ് എന്തിനാ ഗേറ്റ് വാൽവ്സ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്? അത് ജനറലി ഒരു ഓൺ ഓഫ് കൺട്രോൾ ആണ് അല്ലെ. ഒന്നെങ്കിൽ നമുക്ക് ഓൺ ആക്കാം അല്ലെങ്കിൽ നമുക്ക് ഓഫ് ആക്കാം അല്ലെ. അതായത് ഡയറക്ഷൻ ചേഞ്ച് നമുക്ക് അവിടെ പോസിബിൾ അല്ല. വാട്ടറിന്റെ ഫ്ലോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോന്റെ ഡയറക്ഷൻ ചേഞ്ച് നമുക്ക് ഈ ഗേറ്റ് വാൽവ്സിൽ പോസിബിൾ അല്ല. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്ലോബ് വാൽവ്സ് ആണ്. ഗ്ലോബ് വാൽവ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഡയറക്ഷൻ ചേഞ്ച് പോസിബിൾ ആണ്. അതായത് നമുക്ക് ത്രോട്ട്ലിംഗ്, ഈ ഡയറക്ഷൻ ചേഞ്ച് ത്രോട്ട്ലിംഗ് എന്ന് പറയുന്നത് ത്രോട്ട്ലിംഗ് പോസിബിൾ ആയിട്ടുള്ള വാൽവ്സ് ആണ് ഈ ഗ്ലോബ് വാൽവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്ലോബ് വാൽവ്സ് നമുക്ക് ഫ്ലോ റെഗുലേഷൻ, നമുക്ക് ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, റെഗുലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ഗ്ലോബ് വാൽവ്സ് എന്ന് പറയുന്നത്. Now third one നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് is gate valves, then globe valves, then we have ball valves. ബാൾ വാൾവ്, ഇതൊക്കെ നമ്മൾ ആ വാൽവിന്റെ ഒരു ഫിഗർ ഒക്കെ ഒന്ന് ഓർമ്മ വരണം കേട്ടോ പറയുമ്പോൾ, അപ്പൊ നമുക്ക് ആ കറക്റ്റ് വർക്കിംഗ് മനസ്സിലാവുള്ളൂ. ഈ ബാൾ വാൾവ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തൊരു ബോൾ പോലെ ആയിരിക്കും അല്ലെ, ഒരു ബോൾ മെക്കാനിസം ആയിരിക്കും. ജനറലി 0 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രിയിലായിരിക്കും അത് വരക്കാവ് അല്ലെ. അതായത് 0 ഡിഗ്രി അവർ അലൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ പൈപ്പ് ഓഫ് ആയിരിക്കും അല്ലെ, ഫ്ലോ ഉണ്ടാവില്ല. 90 ഡിഗ്രിയിൽ അലൈൻ ചെയ്യുകയാണെങ്കിൽ ഫുൾ ഫ്ലോ പോസിബിൾ ആയിരിക്കും അല്ലെ. ഫുൾ ഫ്ലോ ആണ്, അവിടെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഫുൾ ഫ്ലോ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അതാണ് ബാൾ വാൾവ്സ്. നൗ ഫോർത്ത് വൺ നമ്മൾ കറസ്പോണ്ടിങ്
ബട്ടർഫ്ലൈ വാൾസ് എന്ന് പറയും. ബട്ടർഫ്ലൈ വാൾസ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് വലിയ ഡയമീറ്റേഴ്സിനുള്ളതായിരിക്കും, വലിയ ഡയമീറ്റർ പൈപ്സിനുള്ളതായിരിക്കും. ജനറലി നമ്മൾ സബ്സ്റ്റേഷൻസിൽ, ജനറേറ്റിംഗ് സ്റ്റേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബട്ടർഫ്ലൈ വാൾസ് ആയിരിക്കും. ഓക്കെ, ലാർജ് ഫ്ലോ കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബട്ടർഫ്ലൈ വാൾസ് ആയിരിക്കും. ലാർജസ്റ്റ് ഫ്ലോ കൺട്രോൾ ആയിരിക്കും, അത് ബിഗ് സൈസും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വന്ന് പറയുന്നത് നമ്മുടെ ചെക്ക് വാൽവ്സ് എന്ന് പറയും പറ്റും. ചെക്ക് വാൽവ്സ് അല്ലെങ്കിൽ ചെക്ക് വാൽവ്സ് നമ്മുടെ പ്രഷർ റിലീഫ് അല്ല, ചെക്ക് വാൽവ്സ് നമ്മുടെ ആക്ച്വലി ഈ ബാക്ക്വേർഡ് ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്ന ഈ ചെക്ക് വാൽവ്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ വാട്ടറിന്റെ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്നത് ഈ ചെക്ക് വാൽവ്സ് ആണ്. ഓക്കെ, നൗ സിക്സ്ത് വൺ സേഫ്റ്റി വാൽവ്സ്. ഈ സേഫ്റ്റി വാൽവ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഈ പ്രഷർ റിലീഫ് വാൽവ് എന്ന് പറയുന്നത്, അതായത് പ്രഷർ റിലീഫ് അല്ലെ, അല്ലെങ്കിൽ പ്രഷറിന്റെ വേരിയേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ സേഫ്റ്റി വാൽവ് ആയിട്ട് അവർ ആക്ട് ചെയ്യുന്നതാണ് ഈ സേഫ്റ്റി വാൽവ്സ്. ഓക്കെ, പ്രഷർ റിലീഫ് വാൽവ്സ്. നൗ സെവൻത് വൺ നമ്മുടെ നീഡിൽ വാൽവ്സ് ഉണ്ട്. അതായത് പ്രിസൈസ് കൺട്രോൾ ഫ്ലോ വേണമെങ്കിൽ നമുക്കൊരു ജസ്റ്റ് അത്രയും മൈന്യൂട്ട് ആയിട്ടൊരു ഫ്ലോ വേണമെങ്കിൽ നമുക്ക് നീഡിൽ വാൽവ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, പ്രിസൈസ് ഫ്ലോ കൺട്രോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നീഡിൽ വാൽവ്സ് യൂസ് ചെയ്യുന്നു. ദെൻ വി ഹാവ് ഡയഫ്രം വാൽവ്സ്. ഡയഫ്രം ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക വാൽവ്സിനകത്ത്. ഡയഫ്രം വാൽവ്സ് നമ്മൾ ജനറലി കൊറോഷൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ വാൽവ്സ് യൂസ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഡയഫ്രം വാൽവ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഫൈനലി പ്രഷർ റെഡ്യൂസിങ് വാൽവ്സ് ഉണ്ട്. പ്രഷർ റെഡ്യൂസിങ് നമ്മൾ ആ പേര് പറയുന്ന പോലെ തന്നെ പ്രഷർ റെഡ്യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ പ്രഷർ റെഡ്യൂസിങ് വാൽവ്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൽവ്സ് ഉണ്ട്, അവരുടെ ഒരു ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതൊക്കെ ഓർത്ത് വെക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഫാക്ടേഴ്സ് ഓൺ ഫ്ലൂയിഡ് ഫ്ലോ റേറ്റ് അല്ലെ, ഫ്ലോ റേറ്റ് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഫ്ലൂയിഡിന്റെ ഫ്ലോ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് ഓപ്ഷൻ നോക്കി പ്രഷർ ഡിഫറൻസ്. ഓഫ് കോഴ്സ് ആ ഫ്ലൂയിഡ് ഫ്ലോ നമ്മൾ പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലെ. ദെൻ സൈസ് ഓഫ് ദ ടോട്ടൽ ഗ്യാപ്പ്, അതായത് നമ്മുടെ ആ ഒരു ഗ്യാപ്പ് സൈസ്, നമ്മുടെ ആ ഒരു വാൽവിന്റെ സൈസിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നൗ വിസ്കോസിറ്റി ഓഫ് ഓയിൽ, അതായത് ആ ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ഡി ആയിരിക്കും, ഓൾ ഓഫ് ദീസ് ആയിരിക്കും കറക്റ്റ് ആൻസേഴ്സ്. എല്ലാ ഫാക്ടേഴ്സിനെയും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Next one, which of the following is not true about pneumatic systems? Pneumatic systems എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. എന്താ pneumatic systems എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കംപ്രസ്ഡ് എയർ, ആ ഒരു കംപ്രസ്ഡ് എയർ വെച്ചിട്ട് നമുക്കൊരു വർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നമ്മൾ ന്യൂമാറ്റിക് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ന്യൂമാറ്റിക് സിസ്റ്റംസ് നമുക്ക് ഡിഫറെന്റ് ലെവൽസ് ഉണ്ടാവും അല്ലെ. അതായത് നമ്മളൊരു ന്യൂമാറ്റിക് സിസ്റ്റം നമ്മൾ കംപ്രസ്ഡ് എയർ കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എയർ ആക്ച്വലി നമ്മൾ ഇൻടേക്ക് ചെയ്യും അല്ലെ, നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ ഇൻടേക്ക് ചെയ്യുന്നു. അത് നമ്മൾ എങ്ങോട്ടായി പോകുന്നത്, ഈ കംപ്രസേഴ്സിലായിരിക്കും പോകുന്നത്. ആദ്യം നമ്മൾ ഫിൽറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ, ഫിൽട്ടർ ചെയ്യും അല്ലെ. നമ്മൾ എയറിനെ ഫിൽട്ടർ ചെയ്യുന്നത് എന്തിനായിരിക്കും, ജനറലി പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പോകുന്നത് നമ്മൾ ഈ കംപ്രസേഴ്സിലായിരിക്കും. ഈ കംപ്രസേഴ്സിനെ ആക്ച്വലി നമ്മൾ റൺ ചെയ്യുന്നത് ആരായിരിക്കും എന്ന് അറിയോ, ഇലക്ട്രിക്കൽ മോട്ടോഴ്സ് ആയിരിക്കും. മോട്ടോഴ്സ് ആ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എനർജി എടുത്തിട്ട് മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്തിട്ട് കംപ്രസേഴ്സിന് വർക്ക് ചെയ്യുന്നു. ഈ കംപ്രസേഴ്സിൽ എന്ത് സംഭവിക്കുന്നത്, ഈ എയറിന്റെ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. അതൊക്കെ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി കൊടുക്കുന്നത് ഈ FRL എന്ന് പറഞ്ഞ ഫിൽട്ടർ റെഗുലേറ്റർ ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിലേക്കായിരിക്കും. അതായത് ഒരു കംപ്രസർ യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, അവിടെ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, മൂന്ന് പർപ്പസസും കൂടി നടക്കുന്നുണ്ട്. അതുപോലെ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്, റെഗുലേഷനും നടക്കുന്നുണ്ട്, അതുപോലെ ലൂബ്രിക്കേഷനും കൂടി നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന എയർ എന്തായിരിക്കും, പ്രഷർ കൂടിയ എയർ ആയിരിക്കും, പക്ഷെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടെ കുറവായിരിക്കും. ഓക്കെ, റെഗുലേറ്റ് ഒക്കെ ചെയ്ത് ടെമ്പറേച്ചർ ഒക്കെ കുറച്ച് ലൂബ്രിക്കേഷൻ ഒക്കെ ചെയ്ത് അതിൽ വെറ്റ് ഉള്ള എയർ നമ്മൾ ഡ്രൈ ആക്കിയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക. ഹൈ പ്രഷർ എയർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഈ ഹൈ പ്രഷർ എയർ ആയിരിക്കും നമ്മുടെ ആക്ച്വലി വാൽവ്സിലേക്ക് കൊടുക്കും. വാൽവ്സ് ഉണ്ടാവും അല്ലെ, അതിന്റെ ഫ്ലോ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാൽവ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ ജനറലി ആക്ച്വേറ്ററിലേക്ക് കൊടുക്കുന്നു. ഈ ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു മോഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെ, ഒന്നെങ്കിൽ പുഷിങ്ങോ പുള്ളിങ്ങോ അങ്ങനെ എന്ത് ആക്ഷനാണ് ചെയ്യേണ്ടത് വെച്ചാൽ അവർ ചെയ്യുന്നു. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ജനറലി ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ട് ട്രൂ ആയി ചോദിച്ചാൽ ന്യൂമാറ്റിക് സിസ്റ്റത്തിനെ കുറിച്ച് ഫസ്റ്റ് ഓപ്ഷൻ എന്താ, FRL അതായത് ഫിൽട്ടർ റെഗുലേറ്റർ ലൂബ്രിക്കന്റ് അസംബ്ലി ഓൾസോ ആഡ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഓയിൽ ഇൻ ടു ദ കംപ്രസ്ഡ് എയർ സിസ്റ്റംസ്. ശരിയാണ് അല്ലെ. F എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ആണ്, R എന്ന് പറഞ്ഞാൽ റെഗുലേറ്റർ ആണ്, L എന്ന് പറഞ്ഞാൽ ലൂബ്രിക്കന്റ് ആണ്. ഈ ലൂബ്രിക്കന്റ് ആണ് നമ്മുടെ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഓയിൽ ഈ കംപ്രസ്ഡ് എയറിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. Now, expansion of PRV is pressure return valve. നേരത്തെ പറഞ്ഞോളൂ അല്ലെ, PRV എന്ന് പറഞ്ഞ പ്രഷർ റിലീഫ് വാൽവ് ആണ്, റിട്ടേൺ അല്ല, ഇറ്റ് ഇസ് റിലീഫ് വാൽവ്. അപ്പൊ ഓപ്ഷൻ ബി റോങ് ആണ്. ഓക്കെ, അപ്പൊ തന്നെ പോയി, നമുക്ക് ഓപ്ഷൻ ബി റോങ്, നോട്ട് ട്രൂ ആയിട്ട് വെച്ചിട്ടുള്ളത്. തേർഡ് ഓപ്ഷൻ നോക്കി, പ്രഷർ സ്വിച്ച് ക്യാൻ റീസ്റ്റാർട്ട് ദ കംപ്രസ് മോട്ടർ വെൻ ദ പ്രഷർ ഡ്രോപ്സ് ബിലോ എ പ്രീസെറ്റ് വാല്യൂ.
ആലോചിച്ച് നമുക്ക് കറക്റ്റ് ആണ് അല്ലേ? ഈ കംപ്രസർ മോട്ടോഴ്സ് വെച്ചിട്ട് ആ കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അല്ലെ കംപ്രസർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രഷർ സ്വിച്ച് ജനറലി നമ്മൾ എന്ത് പ്രൊട്ടക്ഷൻ കേസസ് നമ്മൾ ഓൾറെഡി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെക്കാറുണ്ട് അല്ലേ? ഇപ്പൊ ഒരു പ്രഷർ നമ്മളൊരു ഹൈ പ്രഷറിലേക്ക് നമ്മൾ പ്രീസെറ്റ് വാല്യൂവിനേക്കാളും പ്രഷർ ഇൻബിൽറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് കുറയ്ക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരു മെത്തേഡ്സ് നമ്മൾ ചെയ്യണം. അപ്പൊ പ്രഷർ സ്വിച്ച് എന്ത് ചെയ്യണം? റീസ്റ്റാർട്ട് ദ കംപ്രസ് മോട്ടർ വെൻ ദ പ്രഷർ ഡ്രോപ്സ് ബിലോ പ്രീസെറ്റ് വാല്യൂ. അതായത് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കംപ്രസർ മോട്ടറിനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അത് യൂസ് ചെയ്യുന്നു, പ്രഷർ സ്വിച്ച് യൂസ് ചെയ്യുന്നു. അതും കറക്റ്റ് ആണ്. Now, a spool valve is a type of slide valve. നമ്മൾ പറഞ്ഞില്ലേ വാൽവ്സിലേക്ക് കൊടുക്കുന്നുണ്ട് കൺട്രോൾ ചെയ്യാൻ, ഫ്ലോ ഓഫ് കൺട്രോൾ ചെയ്യാൻ, ഡയറക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ. അപ്പൊ സ്പൂൾ വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈഡ് വാൽവ് ആയിട്ട് നമ്മൾ ഇവിടെ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ്. അതായത് PRV എന്ന് പറഞ്ഞാൽ പ്രഷർ റിലീഫ് വാൽവ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, which of the following is false about orifices? ഒറിഫൈസ് അല്ലെങ്കിൽ ഒറിഫിസ് എന്ന് പറയുന്ന നമ്മളൊരു മീറ്റർ ഉണ്ട് അല്ലെ, ഒറിഫിസ് മീറ്റർ നമ്മൾ ആക്ച്വലി എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഒറിഫിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ സപ്പോസ് ഒരു പൈപ്പിന്റെ കേസിൽ നമ്മൾ ഒറിഫിസ് പ്ലേറ്റ് വെക്കുന്നുണ്ട് അല്ലെ, അത് പ്ലേറ്റ് വെക്കുന്നു, ഫ്ലോയിലെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഫ്ലോയിന്റെ നമുക്ക് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അതെങ്ങനെയാണ് ആക്ച്വലി സംഭവിക്കുന്നത്? നമുക്കറിയാം വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഒറിഫിസ് പ്ലേറ്റിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ ഏരിയ കുറയുന്നു അല്ലെ, ഏരിയ ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ നമ്മുടെ ബെർണോളിസ് തിയറി ഒക്കെ വെച്ചിട്ട് ഏരിയ ഡിക്രീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്നു. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ പ്രഷർ എന്ത് സംഭവിക്കുന്നു? പ്രഷർ എന്ന് പറയുന്നത് ഡ്രോപ്പ് ആവുന്നു അല്ലെ, ഇവിടെ പ്രഷർ ഡ്രോപ്പ് ആവുന്നു. പിന്നെ തിരിച്ചു അത് അതുപോലെ തന്നെ വെലോസിറ്റി റെഡ്യൂസ് ചെയ്തിട്ട് ഏരിയ ഇൻക്രീസ് ആകുമ്പോൾ വെലോസിറ്റി റെഡ്യൂസ് ചെയ്തിട്ട് പിന്നെ പ്രഷർ വീണ്ടും നോർമലി ആവുന്നു. ഓക്കെ, ഇത് നമുക്ക് ജനറലി നമ്മളൊരു യൂട്യൂബ് മാനോമീറ്റർ അല്ലെങ്കിൽ നമ്മൾ സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ പ്രഷർ ഡിഫറൻസ് കണ്ടുവച്ചിട്ട് നമുക്ക് ഫ്ലോ റേറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് നമ്മൾ ഒറിഫിസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചു which is false about orifice എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് നോക്കാം. An orifice is the simplest method for controlling fluid flow. ശരിയാണ് അല്ലെ, ഒറിഫിസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓപ്പണിംഗ് ആണ്, നമുക്കൊരു സ്മോൾ ഓപ്പണിംഗ് എന്ന് പറയാം. ജസ്റ്റ് ആ ഫ്ലൂയിഡ് ഫ്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലോന് നമ്മൾ കൊടുക്കാനുള്ള ചെറിയ ഓപ്പണിംഗ്സ് നമുക്ക് ഒറിഫിസ് എന്ന് പറയാം. അത് കൺട്രോൾ ഫ്ലൂയിഡ് ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിംപ്ലസ്റ്റ് മെത്തേഡ് ആണ്, അത് കറക്റ്റ് ആണ്. Now, the orifice is always connected in parallel with the pump. ഒരിക്കലല്ല, നമ്മൾ ഈ orifice പ്ലേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പമ്പ്സിന് എന്തായിരിക്കും സീരിയസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പാരലൽ ആയിരിക്കില്ല, സീരിയസ് ആയിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് റോങ് ആണ്. Now, variable orifice is a calibrated needle valve. അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ചു നീഡിൽ വാൽവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള ഫ്ലോ കൺട്രോൾ കിട്ടണമെങ്കിൽ നമുക്ക് നീഡിൽ വാൽവ്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നീഡിൽ വാൽവ്സിനെ പോലെ തന്നെയാണ് നമ്മൾ വാരിയബിൾ orifice എന്ന് പറയുന്നത് അല്ലെ, ജസ്റ്റ് ഒരു ഏരിയ കുറച്ചിട്ട് നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള ഫ്ലോ അവിടെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. Now, orifices create a pressure drop. അത് പറഞ്ഞല്ലേ, പ്രഷർ ഡ്രോപ്പ് ഡിഫറൻഷ്യൽ പ്രഷർ വെച്ചിട്ടാണ് നമ്മളോട് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അതായത് നമ്മൾ ഒറിഫിസ് പ്ലേറ്റ് വെക്കുന്നതിന് മുമ്പുള്ള പ്രഷറും അതിന്റെ ഒരു ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രഷറും കൂടി കണ്ടുപിടിച്ചിട്ട് ആ ഡിഫറൻഷ്യൽ പ്രഷർ വെച്ചിട്ട് നമുക്ക് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് orifice create a pressure drop എന്ന് പറയുന്ന ഓപ്ഷനും കറക്റ്റ് ആണ്. ചോദിച്ചത് ഫാൾസ് ഏതാണെന്നാണ്, അത് ഓപ്ഷൻ ബി ആണ്. orifice എപ്പോഴും പമ്പിന് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ലെങ്ത് കൂടി വരികയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.